ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേൺ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് ഒരിക്കലും നഷ്ടമായില്ല. വീഡിയോ മുഴുവനായിട്ടും കാണുക. ചാപ്റ്റർ ഈ എൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. പല ആളുകളുടെയും പ്രശ്നമാണ് ഇക്വേഷൻസ് എല്ലാം ഓർമ്മയില്ല എന്നുള്ളത്. പല ആളുകളുടെയും പ്രശ്നങ്ങളാണ് ഇക്വേഷൻസ് ഓർമ്മയുണ്ട്, അത് എവിടെ അപ്ലൈ ചെയ്യണം എന്ന് അറിയില്ല എന്നുള്ളത്. സോ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കുള്ള ഒരു പരിഹാരം കൂടിയാണ് ഈ വീഡിയോ മുഴുവനും കണ്ട ശേഷം നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. സോ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലേക്ക് അടുക്കുകയാണ്. ഇതിനു മുമ്പ് നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ഓൾ ഇക്വേഷൻസിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാകും. അതിൽ കുറച്ചും കൂടി വ്യത്യസ്തമായിക്കൊണ്ടാണ് ഇതിന്റെ എക്സ്പ്ലനേഷൻ പോകുന്നത്. അതും ഓക്കെയാണ്, എങ്കിലും ഇത് കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ് പ്രിയപ്പെട്ട മക്കളെ. ഒരു ചാപ്റ്ററിൽ സമാന്തര ശ്രേണി അഥവാ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കേണ്ട കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്നതാണ്. എന്താണ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഫിക്സഡ് നമ്പറിൽ നിന്ന് തുടങ്ങി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് നമ്പർ എന്ന് വേണമെങ്കിൽ തുടങ്ങാം. പ്ലസ് ആവാം, മൈനസ് ആവാം, ഇനി അല്ലെങ്കിൽ പോയിന്റ് ഉള്ള നമ്പർ ആവാം, മൈനസ് പോയിന്റ് ഉള്ള നമ്പർ ആവാം, ഏത് നമ്പർ എന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ കൂടെ ആഡ് ചെയ്യുന്ന നമ്പർ അത് ഒരു ഫിക്സഡ് നമ്പർ ആയിരിക്കണം. അത് വേണമെങ്കിൽ പ്ലസ് നമ്പർ ആവാം, അത് വേണമെങ്കിൽ മൈനസ് നമ്പർ ആവാം, അത് വേണമെങ്കിൽ ഫ്രാക്ഷൻ ആവാം, അതായത് പോയിന്റ് ഉള്ള നമ്പറൊക്കെ ആവാം. ഇപ്പോൾ 0.1 0.1നോട് വീണ്ടും 0.1 ആയത് 0.2 0.3 ഇതൊക്കെ പറ്റും. ഇത് വേണമെങ്കിൽ താഴോട്ട് പോകാം. 0.1 അതിനൊന്ന് പോയിന്റ് ഒന്ന് കുറച്ചാൽ 0 വീണ്ടും കുറച്ചാൽ -0.1 -0.2 ഇതൊക്കെ പോസിബിൾ ആണ്. അതായത് ഇത്രേ ഉള്ളൂ. ഒരു ഫിക്സഡ് നമ്പർ തുടങ്ങുന്നതിനാണ് നമ്മൾ എഫ് അഥവാ ആദ്യപദം എന്ന് പറയുന്നത്. ഒരേ സംഖ്യ കൂടിക്കൊണ്ടേ പോകുന്നതിന്റെ നമ്പറിനെയാണ് നമ്മൾ ഡി അഥവാ പൊതു വ്യത്യാസം എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഈ ഡി കണ്ടുപിടിക്കാനുള്ള ചോദ്യം പരീക്ഷയ്ക്ക് ഷുവർ ആണ്. അതായത് രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ കുറച്ചാൽ മതി, അല്ലെങ്കിൽ 3 2 അല്ലെങ്കിൽ 4 3 അങ്ങനെ തൊട്ട് മുമ്പത്തെ നമ്പർ കുറച്ചാൽ എന്ത് കിട്ടും? ഡി കിട്ടും. വളരെ ഇമ്പോർട്ടന്റ്. ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ഏതൊരു അരിത്മെറ്റിക് സീക്വൻസിലെ പദങ്ങളിലെ മാറ്റം സ്ഥാനങ്ങളുടെ മാറ്റത്തിന് ഒരു നിശ്ചിത സംഖ്യ കൊണ്ട് ഗുണിച്ചതാണ്. ഇത് സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാന്ന് വെച്ചാൽ, ഇപ്പൊ രണ്ട് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് കാണുകയാണെങ്കിൽ അതെപ്പോഴും ഡിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഇപ്പം 10ാമത്തെ ടേമിൽ നിന്ന് 3ാമത്തെ ടേം കുറയ്ക്കും. ഇത് 10ാമത്തെ, ഇത് 3ാമത്തെ. അപ്പൊ ഈ തമ്മിലുള്ള ഡിഫറൻസ് വന്നാൽ ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്താൽ എന്ത് കിട്ടും? ഒരു ഡി കിട്ടും എന്നാണ് പറയുന്നത്. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ബൈ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഈക്വൽ ടു ഒരു ഫിക്സഡ് നമ്പർ ആയിരിക്കും. ഇപ്പം 10ാമത്തെ പദത്തിൽ നിന്ന് 3ാമത്തെ പദം കുറച്ചാൽ 7D ആണ് കിട്ടുക. അതായത് 10 - 3 13 - 4 9 23 - 10 13 ഈ രീതിയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എന്നാൽ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില ആൾക്കാർ തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഇതേ ചോദ്യം x10 + x 5 എന്നാണ് പറഞ്ഞതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇത് 15D എന്ന് എഴുതാൻ പറ്റില്ല. അത് തെറ്റാണ്. കാരണം വ്യത്യാസമാണ് എപ്പോഴും ഡീന്റെ മൾട്ടിപ്പിൾ. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് 15, ഇത് ഈ കാരണം ഡിഫറൻസ് ആണ് എപ്പോഴും എന്ത് വരുന്നത്? ഡീന്റെ മൾട്ടിപ്പിൾ. അല്ലാണ്ട് ആഡ് ചെയ്താൽ അങ്ങനെ വരും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും ശ്രദ്ധിക്കാം. അപ്പൊ ഈ കാണുന്ന ഐഡിയയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താം? ഇപ്പൊ x5 + x 15 എന്ന് പറഞ്ഞ ഐഡിയയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താം? ഇപ്പൊ x15 നിന്ന് അല്ലേ, വേണ്ട, അതിൽ കൺഫ്യൂഷൻ ആക്കണം, ഇത്ര മതി. ഇത് ഓക്കെ അല്ലേ? ഈ പറഞ്ഞ ഐഡിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡിഫറൻസ് എപ്പോഴും ഡീന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഈ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ചോദ്യത്തിൽ 2 ടേമുകൾ തന്നാൽ നിങ്ങൾ അവിടെ യൂസ് ചെയ്യേണ്ട ഒരു ഐഡിയ ഈ ഒരു ഐഡിയ ആയിരിക്കും. അപ്പോൾ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. ഇൻ ആൻ അരിത്മെറ്റിക് സീക്വൻസ് ദ സം ഓഫ് ദി 2 ടേംസ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ്. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ എന്ത് പറയാണ്? x5 x6 x7 ഈ കാണുന്ന ടേമിൽ നിന്ന് ഇവിടേക്കുള്ള ഡിഫറൻസ് ഒരു ഡി ആണ്. ഇവിടെ ഒരു ഡി, ഇവിടെ ഒരു ഡി. ഇപ്പം ഞാൻ ഇതേ കാര്യം തന്നെ x6 x7 x8 x5 x4 ഇവിടേക്കുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2D ആണ്. ഇങ്ങനെ ഒരേ ഡിഫറൻസ് ആ സൈഡിലും ഈ സൈഡിലും ഉണ്ടാവാം. ഒരു സമാന്തരത്തിലെ ഒരു പാദത്തിന്റെ മുന്നിലും പിന്നിലും ഒരേ അകലത്തുള്ള 2 പദങ്ങളുടെ തുക നടുവിലെ പാദത്തിന്റെ 2 മടങ്ങാണ്. ഇപ്പൊ ഈ കാണുന്ന ഏത് ചോദ്യം വന്നാലും ഈ കാണുന്ന ക്വസ്റ്റ്യൻ നടുവിലെ പദം എന്ന് പറഞ്ഞാൽ x6 ആണ്. x6 പറഞ്ഞാൽ എന്താ? x5 + x7. അത് ഈ ജോഡികളുടെ തുക എന്ന് പറയുന്നത് ഈ കാണുന്ന x6ന്റെ ഡബിൾ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെ എഴുതാം 2 × x6 ഈക്വൽ ടു ഒന്നെങ്കിൽ x4 + x8 x4 + x8 അല്ലെങ്കിൽ x5 + x7. ഇത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ മക്കളെ. ഈ കാണുന്ന പൊസിഷൻ തമ്മിൽ കൂട്ടിയാൽ 4ഉം 8ഉം കൂട്ടിയാൽ എത്ര? 12. 5ഉം 7ഉം കൂട്ടിയാൽ 12. അങ്ങനെ കൂട്ടിയാൽ സെയിം കിട്ടുന്ന എല്ലാം സെയിം ആയിരിക്കും. അപ്പൊ 2 x6 വരാനുള്ള റീസൺ എന്താ? x6 + x6 ആണ്. അപ്പോൾ 6 കൂട്ടിയാൽ 12. അപ്പോൾ പൊസിഷനുകൾ തമ്മിലുള്ള ബന്ധങ്ങളെ ടേം കണക്ഷനുകളാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ x1 + x 24ഉം x7 + x 18ഉം ഈക്വൽ ആണ്. ഇതേപോലെ x4 + x 21ഉം ഈക്വൽ ആണ്. ഇങ്ങനെ ഒരുപാട് ടേം നമുക്ക് എഴുതാൻ പറ്റും. 1 + 24 25, 21 + 4 25,
7 + 18 25 അങ്ങനെ കിട്ടുന്ന എല്ലാം എന്തായിരിക്കും സെയിം ആയിരിക്കും. ആ ഒരു ഐഡിയ ആണ് ഇവിടെ പറഞ്ഞത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാണുന്നത് ഇതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇതും വളരെ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാര്യമാണ്. ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു പാത്തിനെയും അതിന്റെ മുന്നിലും പിന്നിലും, അതായത് നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണ് എങ്കിൽ, ഒരു സമാന്തര ശ്രേണിയുടെ രണ്ടാമത്തെ കാര്യമാണ്, ആകെ പദങ്ങളുടെ എണ്ണം ഓഡ് ആണ് അഥവാ ഒറ്റസംഖ്യ ആണെങ്കിൽ, n എന്ന് പറയുന്നത് ഒറ്റസംഖ്യ ആണെങ്കിൽ അവിടെ ഉറപ്പായിട്ടും ഒരു മിഡിൽ ടേം ഉണ്ടാവും അഥവാ മധ്യപദം ഉണ്ടാവും. അപ്പം 7 ടേം ഉണ്ടെങ്കിൽ അതിന്റെ നടുവിൽ വരിക ആരാ? ആ 7നോട് 1 കൂട്ടുക. അപ്പം 5 നമ്പർ ഉണ്ടെങ്കിൽ 5നോട് 1 കൂട്ടിയാൽ 6. അപ്പോൾ 6ന്റെ പകുതി എത്ര? 3. അപ്പോൾ 1 2 മൂന്നാമത്തെ ആയിരിക്കും നടുവിൽ വരിക. അപ്പോൾ 7 പദങ്ങൾ ഉണ്ടെങ്കിൽ 7നോട് 1 കൂട്ടിയാൽ 8. 8ന്റെ പകുതി എത്ര? 4. നാലാമത്തെ ആയിരിക്കും നടുവിലുണ്ടാവും. 1 2 3 നാലാമത് ഇയാളായിരിക്കും നടുവിലുണ്ടാവുക. നോക്കി ഇവിടെയും 3 എണ്ണം, ഇവിടെയും 3 എണ്ണം. അപ്പം 7 പദങ്ങൾ ഉണ്ടെങ്കിൽ 7നോട് 1 കൂട്ടിയാൽ 8. 8ന്റെ പകുതി നാലാമത്തെ ആയിരിക്കും മിഡിൽ ഉണ്ടാവുക. പിന്നെ ആൻസർ ഇത്രേ ഉള്ളൂ. സം ഈസ് ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്, അഥവാ മധ്യപദം സമം തുക സമം മധ്യപദം ഇൻറ്റു ആകെ പദങ്ങളുടെ എണ്ണം, മിഡിൽ ടേം ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് കേട്ടോ. ഇതും അതെ സെയിം കോൺസെപ്റ്റ് തന്നെ. അപ്പം ഈ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കാനുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കാര്യം കൂടി, 2 കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ കാണുന്ന എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഈ സെയിം സംഭവം തന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് വേറൊരു രീതി പറഞ്ഞെന്നുള്ളൂ. സെയിം ഐഡിയ തന്നെ. നിങ്ങൾക്കറിയാം 3 7 കൂട്ടിയാൽ 10, 2 8 കൂട്ടിയാൽ 10, 1 9 കൂട്ടിയാൽ 10, 4 6 കൂട്ടിയാൽ 10, 5 7 കൂട്ടിയാൽ 12, 2 10 കൂട്ടിയാൽ 12, 1 11 കൂട്ടിയാൽ 12, 9 3 കൂട്ടിയാൽ 12. അതായത് അങ്ങനെ കൂട്ടിയാൽ സെയിം കിട്ടുന്നതിൻ്റെയൊക്കെ സമയം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ചോദ്യങ്ങൾ വരാം. എങ്ങനെയാ ചോദ്യം വരിക വെച്ചാൽ ഇങ്ങനെയൊക്കെ ചോദ്യം വരാം. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ 6ാം പദത്തിന്റെയും 18ാം പദത്തിന്റെയും സം എന്ന് പറയുന്നത് 100 ആണ് എങ്കിൽ ഇതേ അരിത്മെറ്റിക് സീക്വൻസിന്റെ 7ാം പദത്തിന്റെയും 17ാം പദത്തിന്റെയും തുക എത്ര? 100 നേടാം. കാരണം 6ഉം 8ഉം 18ഉം 24 ആണ്. 7ഉം 17ഉം 24 ആണ്. ഇതിന്റെ 1ാം പദത്തിന്റെയും 23ാം പദത്തിന്റെയും സം എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്താം? 23 1ഉം 24 ആണ്. സോ അത് 100 നേടാം. ഇനി നമുക്കറിയാം ഇവിടെ ഇപ്പോൾ ആകെയുള്ളത് 23 ടേമാണുള്ളത്. മൊത്തം ഒന്നാമത്തെയും അവസാനത്തെ ടേമാണ് ജോഡിയാക്കുന്നത്. അപ്പോൾ ഇതേ ചോദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ x12 എത്രയാണെന്ന് ചോദിക്കും. സേവ് ക്വസ്റ്റനിലെ x12 എത്ര? നമുക്കറിയാം x12ഉം കൂട്ടിയാലാണ് 100 കിട്ടുന്നത്. സോ ഒരു x12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100ന്റെ പകുതി 50. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ഈ ടോപ്പിക്കൊന്നും ഒരുപാട് തവണ A+ ടോപ്പിക്കുകൾ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇനി ഈ ചാപ്റ്ററിൽ നിങ്ങൾ 2 കാര്യം കൂടി എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ്. അതായത് ടേം ആണോ അല്ലയോ, ഈ ചാപ്റ്റർ ഒരുപാട് മാർക്ക് ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. പദമാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ 2 മെത്തേഡുള്ളത്. ഒന്ന് ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ 4 4 6 10 10 4 6 10 10 6 16 16 6 22. ഇതിൽ ഇപ്പോൾ 4 അല്ലേ, 104 ഒരു ടേം ആണോ ചോദിച്ചു. 104 ഒരു പദമാണോ ചോദിച്ചാൽ നിങ്ങൾക്ക് 2 രീതി ചെയ്യാം. ഒന്ന്, നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ടേം എടുക്കുക. ഞാൻ 10 എടുത്തു. സേഫ് എപ്പോഴും രണ്ടാമത്തെ എടുക്കുന്നതാണ്. 10 എടുത്തു. ആ 10നെ അതിൻ്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം എനിക്ക് എത്ര കിട്ടി? ഒരു 6 അവിടുത്തെ റിമൈൻഡർ 4 ആണ്. ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ പ്രത്യേകത ഉണ്ട്. ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ഏത് ടേമിനെയും അതിൻ്റെ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ റിമൈൻഡർ ശിഷ്ടം തുല്യമായിരിക്കും. ഏതായാലും ഇപ്പോൾ നിങ്ങളിപ്പോൾ 16 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 4 കിട്ടും. അപ്പോൾ അതേപോലെ 104 ഞാൻ 6 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ നമുക്കറിയാം 6 6 10 1 1 6 6 4 44 7 6 42. അപ്പോൾ റിമൈൻഡർ കിട്ടിയ 2 ആണ്. ഇവിടെ 4 കിട്ടി. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് എന്തല്ല? ടേം അല്ല. അപ്പോൾ 104 ടേം അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ടേം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 104 ഇവിടെ 4 കിട്ടുമെങ്കിൽ ഇവിടെ 2 കൂട്ടുക, ഇവിടെ 2 കൂട്ടുക. അപ്പം 106 ഇതിലത്തെ ഒരു ടേം ആയിരിക്കും. 106 നിങ്ങൾ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. 46 7 6 42 റിമൈൻഡർ 4. 106 ഇതിലത്തെ ഒരു ടേമാണ്. ഇങ്ങനെ പറയാം. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ചിന്തിച്ചു പോയത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ തന്നെ മറ്റൊരു മെത്തേഡാണ്. നിങ്ങളോട് ഏതാണോ ടേം ആണോ ചോദിച്ചത്, ഇപ്പം 104 ആണ് ടേം ആണോ ചോദിച്ചത്, ആ 104 നിന്ന് ആദ്യത്തെ ടേം കുറയ്ക്കാം, 4 കുറയ്ക്കാം. എന്നിട്ട് അതിനെ കൃത്യമായിട്ട് ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, അതാണ് വേറെ ഉദ്ദേശമൊന്നുമില്ല, ഈ പദവും തമ്മിലുള്ള വ്യത്യാസം ഡീൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, നമ്മൾ ഫസ്റ്റ് പഠിച്ചില്ലേ, അതെന്താണ് ടേമാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ 104 നമുക്ക് ഒരിക്കലും എന്താക്കാൻ പറ്റില്ല, 100/6 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ടേം അല്ല. ടേം ആവണമെങ്കിൽ ആ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഡീൻ്റെ മൾട്ടിപ്പിൾ ആവണം. നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ആ കോൺസെപ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കാം. ഞാൻ നേരെ അടുത്തൊരു ചാപ്റ്ററിലേക്ക് അടുക്കുകയാണ്. സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് നിങ്ങൾക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ വരാം, ഏതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾ പഠിക്കാനുള്ളത്, മക്കളെ ശ്രദ്ധിച്ചോളൂ. ഒരു ചിത്രം കാണിച്ചു തരാം. ആ ചിത്രത്തിലെ കോൺസെപ്റ്റേ ഇതിൽ പഠിക്കാനുള്ളൂ. ഒന്നാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്, ഒരു സർക്കിളിനകത്ത് ഒരു കോഡ് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോ. ആ കോഡ് അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിലോ അല്ലെങ്കിൽ താഴത്തെ ആർക്കിലോ എവിടെയാവട്ടെ
ഉണ്ടാക്കുന്ന ആംഗിള് എത്രയാണോ അതിൻ്റെ ഡബിൾ ആയിരിക്കും അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കാണുന്ന ആംഗിൾ 2x ആണെങ്കിൽ അതിൻ്റെ പകുതി, ഇവിടെ ഇപ്പം 30 ആണെങ്കിൽ ഇവിടെ 60, ഇവിടെ ഇപ്പം 100 ആണെങ്കിൽ ഇവിടെ 50. ആ ഒരു ഐഡിയ. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതാണ്ടോ ഒരു എക്സാമ്പിൾ ആണ് ഇത് കേട്ടോ. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, ഈ കാണുന്ന രീതിയിൽ ഞാൻ വേണമെങ്കിൽ ഇതിനെ തന്നെ കണക്ട് ചെയ്തിട്ട് അടുത്ത ചിത്രം കൂടി പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇതേ പോയിന്റ് നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ആംഗിളുകളെല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓൺ ദി സർക്കിൾ ആയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അതും എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ഇങ്ങോട്ട് വരികയാണെങ്കിൽ അതും എക്സ് ആയിരിക്കും. എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരെ അടുത്തൊരു കാര്യത്തിലേക്ക് അടുക്കാണ്. ഈ കാണുന്ന ചോദ്യം ടോപ്പിക്, അതായത് ഒരു സർക്കിൾ, ഇത് അതിൻ്റെ ഡയമീറ്റർ ആണ് അഥവാ വ്യാസമാണ്. ഈ കാണുന്നത് എപ്പോഴും ഡയമീറ്റർ ആണെങ്കിൽ ഇത് 90 ഡിഗ്രി ആയിരിക്കും. വെരി ഇമ്പോർട്ടൻറ്റ്. അത് താഴോട്ടൊക്കെ അങ്ങനെ തന്നെ. ഓക്കെ. ഇതാണ് അടുത്തൊരു കാര്യം, കോൺസെപ്റ്റ് 2. മൂന്നാമത്തെ കോൺസെപ്റ്റ് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊരു കോഡാണ്, അഥവാ ഞാനാണ്. ഇപ്പോൾ എ ബി എന്ന് പറഞ്ഞത് ഞാനാണ്, എയും ബിയും. ഈ കാണുന്നത് ഇവിടെ ഉണ്ടാക്കുന്ന സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ 100 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന ആംഗിൾ 50 നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഈ കാണുന്ന 4 പോയിന്റും ഓൺ ദി സർക്കിളാണ്, അഥവാ സർക്കിളിനകത്താണ്, വൃത്തത്തിനകത്താണ്. എങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ചക്രീയ ചതുർഭുജം അഥവാ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ ഈ കാണുന്ന ആംഗിളും കൂട്ടിയാൽ എപ്പോഴും 180 ആയിരിക്കും. എപ്പോൾ? ഓൺ ദി സർക്കിളിലാണെങ്കിൽ. അതേ സമയത്ത് ഈ കാണുന്ന ആംഗിളും കൂട്ടിയാലും 180 ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിളുകൾ 180 ആയിരിക്കും. അതിനെയാണ് സൈക്ലിക് എന്ന് പറയുക, ചക്രം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് 100 ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ 260 കിട്ടും. ഇവിടെ ഉള്ളത് 130 ആണ്, അതിൻ്റെ ഡബിൾ ആയിട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കോൺസെപ്റ്റ് 4 നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരു കോഡ് ഉണ്ടാക്കുന്ന ആംഗിൾ അത് തന്നെ ഇവിടെ 2x വരും കേട്ടോ. വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യും. പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു A+ ലെവൽ അറിഞ്ഞിരിക്കേണ്ട, നിങ്ങൾക്ക് 1 വേർഡിന് അടക്കം ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ കാണുന്ന ടോപ്പിക്. അതായത് 3 പോയിന്റുകൾ ഓൺ ദി സർക്കിൾ, 4ാമത്തെ പോയിന്റും ആ കാണുന്നതിലാണെങ്കിൽ ഇത് നമ്മൾ സൈക്ലിക് അഥവാ ചക്രി എന്ന് വിളിക്കും. ഈ കാണുന്ന ഓപ്പോസിറ്റ് ആംഗിൾ തമ്മിൽ കൂട്ടിയാൽ 180 ആയിരിക്കും അതിൻ്റെ ഐഡിയ. ഇതൊക്കെ 180 ആയിരിക്കും. എന്നാൽ ഇതേ 3 പോയിന്റ് ഇവിടെയും ഒരു പോയിന്റ് സർക്കിളിൻ്റെ ഉള്ളിലുമാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ? ഈ 2 ആംഗിളും കൂട്ടിയാൽ എത്രയായിരിക്കും? 180നേക്കാൾ കൂടുതലായിരിക്കും. മോർ ദാൻ 180 ആയിരിക്കും. ഇത് 180നേക്കാൾ കുറവായിരിക്കും. ഇത് ഓൾറെഡി കൂടിയാൽ പിന്നെ ടോട്ടൽ 360 ആണല്ലോ. ഇതിപ്പോൾ 180 കൂടിയപ്പോൾ ഒരു 200 ആണെന്ന് കൂട്ടിക്കും. അപ്പോൾ എന്തായാലും ഇത് എത്രയായിരിക്കും? 160 ആയിരിക്കും. 180 കുറവായിരിക്കും. ഇനി ഇതേ സംഭവം പുറത്താണുള്ളതെങ്കിൽ നമുക്കറിയാം ഈ 2 ആംഗിളും കൂട്ടിയാൽ 180നേക്കാൾ കുറവായിരിക്കും. ഇത് 180നേക്കാൾ കുറവാണ്, ഇത് രണ്ടും എന്തായിരിക്കും? 180നേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഇത് ഇപ്പോൾ 160 ആണ്, ഇത് എന്തായിരിക്കും? 200 ഉണ്ടാവും. ആരായിരിക്കും? ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് 1 വേർഡിൻ്റെ ചോദ്യങ്ങൾ വരെ വന്നിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റാണ് നിങ്ങൾക്ക് 2ാമത്തെ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ 4 പോയിന്റ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് 70 ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ കാണുന്ന ആംഗിൾ എത്രയായിരിക്കും? 110 ആയിരിക്കും. തിരിച്ചും പറയാം, ഇത് 70 ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ 70 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 110 ആയിരിക്കും. ഇനി ഇതിൻ്റെ കൂടെ തന്നെ പുറത്തേക്ക് വരുന്ന ഈ ആംഗിൾ ഉണ്ട്, അഥവാ ഈ ആംഗിളിന് നേരെ ഓപ്പോസിറ്റിൽ പുറത്ത് വരുന്ന ആംഗിൾ, അത് എന്തായിരിക്കും? ഈ 70 തന്നെ ആയിരിക്കും. ചിലപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വരെ ചോദിച്ചിട്ടുണ്ട്. സിമ്പിളാണ്, ഒരു പണിയില്ല. ഈ കാണുന്ന ആംഗിളിന് എക്സ് എന്ന് എടുക്കുക. ഇത് 180 - x ആയിരിക്കും. നമുക്ക് ഇത് ലിനിയർ പെയറാണ്, അഥവാ രേഖീയ ജോഡിയാണ്. സോ ഇത് എക്സ് ആയിരിക്കും. അപ്പോൾ അത് പ്രൂവ് ആയി അത്രേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. ഈ കാണുന്ന 2 ആംഗിളും കൂട്ടിയാൽ 180നേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ. സോ അടുത്തൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കാം. ചാപ്റ്റർ 3 ആണ്. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് 3 കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഒന്ന് സിമ്പിൾ ആയിട്ടുള്ള കാര്യം, അതായത് ഒരു പാത്രത്തിൽ നിന്ന് ഒരു പന്ത് എടുക്കുന്ന രീതി. ഫോർ എക്സാമ്പിൾ, ഒരു പാത്രത്തിൽ 20 ഓറഞ്ച് ഉണ്ട്, ഓറഞ്ചും മറ്റേൽ ഒരേ ഷേപ്പ് തന്നെയുള്ള ഒരേ മോഡലുള്ള 30 ആപ്പിളും ഉണ്ടെന്ന് വിചാരിച്ചു. ഒരേ മോഡൽ കണ്ടാൽ ഒരേ മോഡലാണ്, അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പോൾ മൊത്തം 50 ഉണ്ട്. ഇതിൽ നിന്ന് ഒരു ആപ്പിൾ എടുക്കാനുള്ള ചാൻസ് എത്ര വെച്ചാൽ ആപ്പിൾ എത്ര ഉണ്ട് നോക്കുക, ബൈ ടോട്ടൽ. നമ്മളോട് എന്താണോ ചോദിച്ചത് അത് ഡിവൈഡ് ബൈ അടിയിൽ ടോട്ടൽ. ഇതാണ് ഫസ്റ്റത്തെ മോഡൽ എന്ന് പറയുന്നത്. 2ാമത്തെ മോഡൽ എന്താണ്? ചിത്രങ്ങൾ. ഇത് ചാപ്റ്റർ മാറിയില്ല, അരിത്മെറ്റിക് സീക്വൻസ് അല്ലേ? ഓക്കെ, ഞാൻ ഇതാണെന്ന് വിചാരിച്ചു, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് ആണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ 3ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം. എന്നിട്ട് മറ്റിലേക്ക് പോകാം. മക്കളെ ശ്രദ്ധിച്ചോളൂ. അപ്പം അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര അഥവാ സമാന്തര ശ്രേണിയും ബീജഗണിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് 2 കാര്യങ്ങളാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അതിൽ 1ാമത്തെ ഇക്വേഷൻ xn = an + b അല്ലെങ്കിൽ xn = dn + f - d. അത് ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം. ഇത് മലയാളം മീഡിയക്കാർക്ക് വേറെ ഉണ്ട് കേട്ടോ. ഈ സ്ലൈഡ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാണെങ്കിൽ മലയാളം മീഡിയക്കാർക്ക് ഇതേപോലുള്ള സ്ലൈഡ് ഞാൻ മലയാളം മീഡിയം എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സ്ലൈഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലൊക്കെ ജോയിൻ ചെയ്യാം. ഓക്കെ, സോ മലയാളം മീഡിയക്കാർക്കുള്ളതാണ്. ഇനി ഇതിൽ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ വെച്ചാൽ ഈ കാണുന്നതാണ്. അതായത് ഈ കാണുന്ന ചെങ്ങായിക്ക് 4 പേരുകളുണ്ട്. ഓൾജിബ്രായിക് ഫോം, അതേപോലെ nth ടേം, ലാസ്റ്റ് ടേം, ജനറൽ ഫോം. ഇതൊക്കെ ഇതിൻ്റെ 4 പേരുകളാണ്. മലയാളം മീഡിയക്കാർക്ക് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്ന ഏത് ചോദ്യം വന്നാലും നിങ്ങൾ ഇതാ കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ xn = an + b അല്ലെങ്കിൽ dn + f - d.
ഓക്കെ, ഇനി ഇതേ കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇക്വേഷൻസ് പറഞ്ഞില്ല. ഇതൊക്കെ അതിൻ്റെ ഇക്വേഷൻസ് ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഇക്വേഷൻ ആണ്. ചില കുട്ടികൾ ഇതും യൂസ് ചെയ്യാറുണ്ട്. ആദ്യത്തെ അങ്ങനെ യൂസ് ചെയ്യാറില്ല, പണ്ട് പഠിപ്പിക്കുന്ന മെത്തേഡാണ്. ഇനി ഈ കാണുന്ന അരിത്മെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം എങ്ങനെ കണ്ടുപിടിക്കാനുള്ള എക്സാമ്പിൾ നിങ്ങൾക്ക് ഇതിലുണ്ട്. നിങ്ങൾക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. വളരെ സിമ്പിൾ ആണ്. ഈ കാണുന്ന ചോദ്യത്തിന്റെ പ്രത്യേകം വെച്ചാൽ എന്നിന്റെ കൂടെ ഏതാണോ നമ്പർ അതായിരിക്കും അതിന്റെ കോമൺ ഡിഫറൻസ് ഉണ്ടാവും, പൊതുവ്യത്യാസം. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 5, ഇവിടെ എത്രയാണ് 11. അപ്പോൾ എന്നിന്റെ കൂടെയുള്ള നമ്പർ ആയിരിക്കും n ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, അടുത്തത് എല്ലാവരും പഠിക്കേണ്ട വെരി ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ് n, അഥവാ എത്ര പദങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. എത്ര ടേം ഉണ്ട്, അല്ലെങ്കിൽ അവസാനത്തെ ടേമിന്റെ സ്ഥാനം, പൊസിഷൻ കാണാൻ, പൊസിഷൻ പദങ്ങൾ കാണാൻ, ടു ഫൈൻഡ് പൊസിഷൻ. ഫോർ എക്സാമ്പിൾ ഈ കാണുന്ന അരിത്മെറ്റിക് സീക്വൻസിൽ എത്ര പദങ്ങൾ ഉണ്ട് നിങ്ങൾ കണ്ടുപിടിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആവശ്യമുള്ളതാണ്. ഇത് കണ്ടുപിടിക്കാൻ ഒരു പണിയില്ല. ലാസ്റ്റ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കുക, ബൈ അതിന്റെ കോമൺ ഡിഫറൻസ് ചെയ്യുക, +1 ഇടുക. അപ്പോൾ കിട്ടുന്ന ആൻസർ ആണ്. അതായത് ഇവിടെ ഇത്രയും നമ്പർ ഉണ്ട്, അല്ലെങ്കിൽ എന്ന് പറയാം 152 എന്ന് പറയുന്നത് 51ാമത്തെ ടേം ആണെന്ന് പറയാം. രണ്ടും ഒരേ സാധനമാണ്. ഈ കാണുന്ന ലാസ്റ്റ് ടേമിന്റെ സ്ഥാനം 51 ആണ്. ഇതിലാകെ എത്ര പദങ്ങളുണ്ട്? 51 പദങ്ങളുണ്ട്. ഐഡിയ കത്തിയെന്ന് വിചാരിക്കുന്നു. അതും ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾ ഇതിൽ മെയിനായിട്ട് പഠിക്കേണ്ട ഒരേ ഒരു കാര്യം കൂടിയേ ഉള്ളൂ, സമ്മിൻ്റെ ഇക്വേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ട് രീതി നമ്മൾ ഓൾറെഡി പറഞ്ഞു. SN എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. SN = മിഡിൽ ടേം അഥവാ മധ്യപദം ഇൻറ്റു. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? n ഓഡ് നമ്പർ ആണെങ്കിൽ, അഥവാ ആദ്യത്തെ 9 പദങ്ങളുടെ തുക, അല്ലെങ്കിൽ ആദ്യത്തെ 17, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള 7 പദങ്ങൾ, അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ഓഡ് നമ്പറാണ് ഈ ഇക്വേഷൻ യൂസ്. ഇനി ഈവൻ നമ്പർ ആണെങ്കിലും ഏത് നമ്പർ ആണെങ്കിലും ഇതിൽ തന്നെ ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഇക്വേഷനാണ്. ആദ്യ പദം പ്ലസ് അവസാന പദം. ഇതിലെ രസം എന്താണെന്ന് വെച്ചാൽ ആദ്യ പദവും അവസാന പദവും 1ഉം 8ഉം കൂട്ടിയ 9. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്താം? SN = n/2 ഇൻറ്റു x1 + x8 എന്ന് എഴുതാം. ഇതന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ, കാരണം ഇവിടെ മൊത്തം 8 ടേമാണുള്ളത്. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 8/2 ഇൻറ്റു x1 + x8. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ അറിയോ? x3 + x6 എന്ന് എഴുതാം. കാരണം 3, 6, 9, അതേപോലെ 1ഉം 8ഉം 9, വേണേൽ 4, 5, 9, 2, 7, 9. ഈ ജോഡി നമുക്ക് എങ്ങനെയും മാറ്റാം, കാരണം രണ്ടും സെയിം ആയാൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു ഐഡിയ ആണ് ഈ ചാപ്റ്ററിൽ അടുത്തതായിട്ട് നിങ്ങൾ പഠിക്കാനുള്ളത്. അത് നിർബന്ധമായിട്ട് പഠിക്കണം. കൂടാതെ നിങ്ങളെല്ലാവരും അഡീഷണൽ ആയിട്ട് പഠിച്ചു വെക്കേണ്ട 3 ഇക്വേഷൻസ് ഉണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞത് സം ഓഫ് എനി പെയർ. ഈ കാണുന്നത് സമ്മിൻ്റെ ഇക്വേഷൻ ആണ്. ഇതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഇക്വേഷൻ ആണ്. പിന്നെ ഇതൊരു ട്രിക്കി മെത്തഡാണ്, വേണ്ട ആൾക്ക് യൂസ് ചെയ്യാം. ഇത് ചില സ്കൂളുകളിൽ കൂടുതൽ ടീച്ചേഴ്സും പഠിപ്പിക്കുന്ന ഒരു മെത്തഡാണ്, Pn² + Qn എന്ന് പറയുന്നത്. അപ്പോൾ സമ്മിൻ്റെ ഓൾജിബ്രായിക് ഫോം, ബീജഗണിത രൂപം കാണാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. കൂടാതെ തന്നെ നിങ്ങൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് ഈ കാണുന്നത് എണ്ണൽ സംഖ്യ അഥവാ നാച്ചുറൽ നമ്പർ. 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യ, 1 നിന്ന് തുടങ്ങി 1 കൂടി വന്നതിന് നമ്മൾ ഇത് ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. ഇവിടുത്തെ n എന്ന് പറഞ്ഞാൽ അവസാനത്തെ ടേം തന്നെയാണ്, കാരണം 1 മുതൽ 20 വരെ 20 ടേം ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവസാന പദം മൈനസ് ആദ്യ പദം ബൈ ഒരു വ്യത്യാസം +1, ഇത് യൂസ് ചെയ്യാം. യുവർ വിഷ്. രണ്ടാമത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഈവൻ നമ്പറുകളുടെ സമ്മാണ് 2, 4, 6, 8. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് n × n+1 ആണ്. ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഇവിടെ എത്രയാണോ നമ്പർ അതിൻ്റെ പകുതിയാണ് n വരിക, അല്ലെങ്കിൽ ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം /d+1. അപ്പം പിന്നെ ഓഡ് നമ്പർ n². ഈ 3 ഇക്വേഷൻ അഡീഷണൽ ആയിട്ട് നിങ്ങൾ പഠിക്കാനുള്ള. ഇതും പഠിച്ച ചാപ്റ്റർ എന്തായി കഴിഞ്ഞു. ഇനി അടുത്തൊരു ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ മലയാളം മീഡിയം പഠനം കേട്ടോ. സെയിം ഞാൻ പറഞ്ഞതിൻ്റെ എല്ലാത്തിൻ്റെയും മലയാളം മീഡിയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം, എഴുതി എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. സോ ഇനി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകൾ ഗണിതം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സാധ്യതകളുടെ ഗണിതം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞു ആപ്പിളിൻ്റെയും അതോടൊപ്പം തന്നെ ഓറഞ്ചിൻ്റെയും ഒരു കഥ പറഞ്ഞു. ഒരു പാത്രത്തിൽ നിന്ന് ഒരു പന്ത് വീതം എടുക്കുക. ഒരു എക്സാമ്പിൾ ഇത്രേ ഉള്ളൂ. നമ്മോട് എന്താണോ ചോദിച്ചത് അതിന് എണ്ണം ബൈ ടോട്ടലാണ് അടിയിൽ വരുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ചെറിയൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു പാത്രത്തിൽ 10 റെഡ് ബോളും ഉണ്ട്, 4 ബ്ലൂ ബോളും ഉണ്ട്. അപ്പോൾ ബ്ലൂ കിട്ടാനുള്ളത് നമ്മോട് എന്താണോ ചോദിച്ചത്, ബ്ലൂ ആ ചോദിച്ചെങ്കിൽ ബ്ലൂ ബൈ ടോട്ടൽ, അടിയിലെപ്പോഴും ടോട്ടൽ. ഇനി റെഡ് ആണ് ചോദിച്ചെങ്കിൽ റെഡ് ബൈ ടോട്ടൽ. ഇനി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക, റെഡും ബ്ലൂ ആണ്. അപ്പോൾ ആകെ റെഡും ബ്ലൂ ഉള്ളൂ. അപ്പോൾ രണ്ടിൻ്റെ പ്രോബിലിറ്റി കൂട്ടി എന്ത് കിട്ടും? എപ്പോഴും 1 കിട്ടും. അതായത് ഇത് പ്ലസ് ഇത് കൂട്ടി എപ്പോഴും 1 ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു ഓറഞ്ച് കൂടി ഉണ്ട് വിചാരിച്ചോ, 5 ഓറഞ്ച് കൂടി ഉണ്ട് വിചാരിച്ചോ. അപ്പോൾ 19 അവിടെ 10/19, ഇത് 4/19, ഇത് 10/19, അടുത്ത 5/19. ഇത് 3 കൂടി കൂട്ടിയാലും എന്തേ കിട്ടുള്ളൂ? 1 കിട്ടുള്ളൂ. അപ്പോൾ ടോട്ടൽ പ്രോബിലിറ്റി ആകെ സാധ്യത എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനിയിപ്പോൾ നിങ്ങളോട് പറയാണ് റെഡും ബ്ലൂ മാത്രമുള്ളതെന്ന് വിചാരിച്ചോ. റെഡും ബ്ലൂ മാത്രം, 10 റെഡ് 4 ബ്ലൂ. റെഡിൻ്റെ പ്രോബിലിറ്റി എത്രയാണ്? 10/14 അഥവാ 5/7 ആണ്. എങ്കിൽ ബ്ലൂവിൻ്റെ പ്രോബിലിറ്റി എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ ആകെ 2 എണ്ണം ഉള്ളെങ്കിൽ ടോട്ടൽ നമുക്ക് 1 ആണെന്ന് അറിയാം. ആ 1 ഈ കാണുന്ന റെഡ് അങ്ങ് കുറച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ബ്ലൂ കിട്ടും. സോ 2/7 കിട്ടും. അതായത് മൊത്തം 14 ആണെന്നറിയാം. അപ്പോൾ എത്ര റെഡ് എന്ന് വെച്ചാൽ
ഇവിടെ 14 ആക്കണമെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 4/14 ഉണ്ടോ, എന്നാ കിട്ടുക ആൻസർ. അപ്പോൾ ഈ ഒരു ഐഡിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ചോദ്യങ്ങളൊക്കെ നമ്മൾ പരീക്ഷയ്ക്ക് എന്തായും എക്സാമിന് നിങ്ങൾക്ക് ചെയ്താൽ ഇവിടെ എക്സാമ്പിൾ ഉണ്ട്, നിങ്ങൾക്ക് വേണം ചെയ്ത് നോക്കാം. അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ചിത്രങ്ങൾ തന്നുകൊണ്ട് ഇക്വേഷൻ പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ. അവിടെ നിങ്ങൾ ഇത്രയും സിമ്പിളായിട്ട് യൂസ് ചെയ്യേണ്ടുള്ളൂ. ചിത്രം തന്നിട്ട് നിങ്ങളോട് പറയാണ് പ്രോബിലിറ്റി കാണാൻ പറഞ്ഞാൽ ആദ്യം നിങ്ങൾ മനസ്സിലേക്ക് ആലോചിക്കേണ്ടത് ഈ കാണുന്ന ചിത്രങ്ങളൊക്കെ ഒരേ ഷേപ്പ്, കറക്റ്റ് എക്സാക്ട്ലി സെയിം ഷേപ്പ് ആക്കണം, ഒരേ മോഡലാക്കണം. ഷേപ്പ് ആക്കിയാൽ പോലെ ഒരേ അളവ് ആയിരിക്കണം, ഏരിയ സെയിം ആയിരിക്കണം, പരപ്പളവ് ഈ സെയിം പരപ്പളവ് എനിക്ക് ഇതിനും. അങ്ങനെ ആക്കാൻ പറ്റിയാൽ ഇപ്പോൾ റെഡിലാണ് ചോദിച്ചെങ്കിൽ റെഡിൽ എത്ര ഷേപ്പ് ഉണ്ട്? 2 എണ്ണം. അപ്പോൾ 2/, ടോട്ടൽ എത്ര ഉണ്ട്? 4. സോ 2/4. അപ്പോൾ നിങ്ങളുടെ ഏത് കളറാണ് ചോദിച്ചത്, അപ്പോൾ ഇതും കൂടി ഇതിലൊക്കെ ഉണ്ട് വിചാരിച്ചോ. അപ്പോൾ ഈ കാണുന്ന 3 ഷേപ്പിലൂടെ ഉണ്ടെങ്കിൽ എത്ര വേണം? 3/, ടോട്ടൽ എത്രയാണ്? 4 ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ചില ചോദ്യം ഈ കാണുന്ന ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും, എല്ലാം ഒരേ ഷേപ്പ് ആക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനെല്ലാത്തിനും ഇതേപോലുള്ള കുറേ ട്രയാങ്കിൾ, ഈക്വലായിട്ട് ട്രയാങ്കിൾ ഉണ്ടാക്കാം, ഒരേ സമഭുജ ത്രികോണം, ഒരേ അളവിലുള്ള. അപ്പോൾ ഈ കാണുന്ന ഉള്ളിലുള്ള ഗ്രീനിൽ എത്ര ഉണ്ട്? 6 എണ്ണം ഉണ്ട്, ടോട്ടൽ 12 ഉണ്ട്. സോ 6/12. എന്നാൽ ഇതുപോലത്തെ ചിത്രങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരേപോലെ ആക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ എങ്ങനെ ചെയ്താലും ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ ഒരേപോലെ അല്ലേ? അല്ല, കാരണം ഈ ഷേപ്പ് മാറ്റുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റ് ഒരേ ഷേപ്പ് ആവണം. അങ്ങനെ ഒരേ ഷേപ്പ് ആവാത്ത ചോദ്യങ്ങൾ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും? വളരെ സിമ്പിളായിട്ട് മെത്തേഡ് 2 അഥവാ ഏരിയ ബൈ ഏരിയ അപ്ലൈ ചെയ്യാം. നമ്മോട് എന്താണോ ചോദിച്ചത്, ഇപ്പോൾ സർക്കിളാണ് ചോദിച്ചെങ്കിൽ സർക്കിളിൻ്റെ ഏരിയ ബൈ ടോട്ടൽ ഏരിയ, ടോട്ടൽ ഏരിയ സ്ക്വയറിൻ്റെ ഏരിയ. ഏറ്റവും വലിയ ഷേപ്പാണ് അടിയിൽ വരേണ്ടത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നുള്ളത് മെയിനായിട്ട് ജോഡികൾ എന്ന് പറഞ്ഞ ചോദ്യമാണ് മക്കളെ. ജോഡികൾ എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കണ്ട, 2 പാത്രത്തിൽ നിന്ന് ഓരോന്ന് വീതം എടുക്കുക എന്ന് പറഞ്ഞാൽ ജോഡിയാണ്. ടോട്ടൽ ഇൻറ്റു ചെയ്യണം. ഇവിടെ എത്ര ഉണ്ട് നോക്കുക, ഇവിടെ എത്ര ഉണ്ട് നോക്കുക, 2 കൂടി ഇൻറ്റു ചെയ്താൽ ടോട്ടൽ കിട്ടും. പിന്നെ ഏത് ആൻസർ ചെയ്യുന്ന സമയത്തും പ്രോബബിലിറ്റി അഥവാ സാധ്യത ചെയ്യുമ്പോൾ ഈ ടോട്ടൽ നമ്മൾ അടിയിൽ എഴുതി കൊടുക്കണം, അല്ലെ ഉത്തരം തെറ്റാം. ഇപ്പോൾ 2ഉം ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 എണ്ണം, ഇവിടെ 3 എണ്ണം, 2 × 3 6, 6/25. 2 ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ 1 2 3, ഇവിടെ 2, 3 × 2 6/25. 1 ഓടും 1 ഈവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം ഓഡ് എടുത്തു 3, അപ്പോൾ ഇവിടെ ഈവൻ 3, അപ്പോൾ 3 × 3 9. പിന്നെ ആദ്യം ഇവിടെ ഈവൻ എടുത്തു 2, ഇവിടെ ഓഡ് 2 × 2 4, അപ്പോൾ 9 + 4 13/25 വരും. 1 ഓട് 1 ഈവൻ എന്ന് പറഞ്ഞാൽ 13/25. ആ രീതിയിൽ നിങ്ങൾക്ക് ചോദ്യം എന്തായാലും വരും. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഇതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്കൊന്നും ഞാൻ കിടക്കില്ല, ഏകദേശം ഒരു ഐഡിയ പറഞ്ഞെന്നുള്ളൂ എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ജോഡി എടുക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ഇൻഡ്യ അപ്ലൈ ചെയ്യുക. എന്നാൽ ഒരു പാത്രത്തിൽ നിന്ന് ഒരു പന്ത് എടുക്കാന്ന് പറഞ്ഞാൽ അവിടെ ജോഡി അപ്ലൈ ചെയ്യേണ്ടതില്ല. 2 പാത്രത്തിൽ നിന്ന് ഓരോന്ന് എടുക്കാന്ന് പറഞ്ഞാൽ ജോഡിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആ ഒരു ഐഡിയ ആണ്. പിന്നെ സെക്കൻഡ് ഡിഗ്രിയിൽ മെയിനായിട്ട് കാര്യമായിട്ട് ഒന്നും പഠിക്കാനുള്ള, വളരെ സിമ്പിളായിട്ട് പഠിക്കാനുള്ളത് സ്ക്വയർ കംപ്ലീഷൻ ആണ് പഠിക്കാനുള്ളത്, വർഗ്ഗ തികവ്. അതായത് നിങ്ങൾ ഈ കാണുന്ന ചാപ്റ്ററിന് ഏത് ചോദ്യം വന്നാലും നമ്മൾ അറിയാത്ത കാര്യത്തെ നമ്മൾ എന്താക്കി എടുക്കുന്നു? എക്സ് ആയിട്ട് എടുക്കുന്നു. അറിയാത്ത 2 കാര്യങ്ങളുണ്ടാവും, അതിൽ ഒന്നിന് നമ്മൾ എന്താക്കി എടുക്കുക? എക്സ് ആയിട്ട് എടുക്കുക. മലയാളം മീഡിയക്കാർക്ക് ഞാൻ സ്ലൈഡ് കാണിച്ചു തരാം. എന്നിട്ട് ആ എക്സ് ഉപയോഗിച്ചുകൊണ്ട് വേണം രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്താൽ. ഫോർ എക്സാമ്പിൾ, ഒരു ചതുരത്തിന് ഒരു റെക്റ്റാങ്കിളിന് നീളത്തേക്കാൾ 2 മീറ്റർ കുറവാണ് വീതി. അപ്പോൾ നീളത്തെ നിങ്ങൾ എക്സ് എടുത്താൽ വീതി എന്തെടുക്കണം? x-2 ഉണ്ടോ? അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടാണ് അടുത്ത് എഴുതേണ്ടത്. അടുത്ത പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 121 അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, എക്സ് ഇൻറ്റു x-2 = 120. അപ്പോൾ ഇതുപോലെ ഹിൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ചോദ്യം എന്തായാലും ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് വരും. ഏറ്റവും കൂടുതൽ ചാൻസ് അരിത്മെറ്റിക് സീക്വൻസ് ആയിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനാണ്. അപ്പോൾ x² - 2 x = 100. അപ്പോൾ അത് സോൾവ് ചെയ്യുന്ന മെത്തേഡാണ് അടുത്ത ചോദ്യം. ഇക്വേഷൻ ചെയ്തിട്ട് സോൾവ് ചെയ്യാം. മക്കളെ, സ്ക്വയർ കംപ്ലീഷൻ അഥവാ വർഗ്ഗ തികവാണ് ഇത് സോൾവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതായിരിക്കും നമ്മുടെ സെക്കൻഡ് ഡിഗ്രിയുടെ ഫോർമാറ്റ്, ജനറൽ ഫോർമാറ്റ്. അപ്പം ആദ്യം നിങ്ങൾ ഇവിടെ എൻ്റെ പൊസിഷനിൽ x² പൊസിഷനിൽ 1 ആണോ നോക്കുക. അതാണെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, വർഗ്ഗം തികയ്ക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്ന ചോദ്യം ഇങ്ങനെ ഒന്ന് കിട്ടി, x² + 6x = x² + 6x = ഇപ്പോൾ 16, അതായത് 40 കിട്ടിയ വിചാരിച്ചോ, 40. ഓക്കെ, സോ മക്കളെ, ഈ കാണുന്ന ചോദ്യം നിങ്ങൾ കൃത്യമായിട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ എന്ത് സെയിം ആണ്. യെസ്, x² പൊസിഷനിൽ 1 ആണ്. ഇനി നിങ്ങൾ കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഈവൻ നമ്പർ ആണോ എന്ന് കൂടി ശ്രദ്ധിക്കുക. പ്ലസ് ആവട്ടെ മൈനസ് ആവട്ടെ ഒരു കുഴപ്പമില്ല, ഇരട്ട സംഖ്യ ആണോ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. 6ന്റെ പകുതി 3, അതിൻ്റെ സ്ക്വയർ ഒക്കെ ഇവിടെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് സോൾവ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ അതാണ് സ്ക്വയർ കംപ്ലീഷൻ. അത് നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതി പഠിക്കണം, ചെയ്ത് പഠിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് ലൈവിലോ അല്ലാതെ നമ്മൾ ഓൾ ഇക്വേഷൻസിലൊക്കെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, മെത്തേഡുകളിലൊക്കെ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും എന്താക്കിയിട്ടുണ്ട്, ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് കാണുക. ഇത് മെയിനായിട്ട് ഇതേ പഠിക്കാനുള്ളൂ ഈ ചാപ്റ്ററിൽ. ഇതിൽ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളൂ. പിന്നെ ജസ്റ്റ് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചത് ആയതുകൊണ്ടൊന്ന് പറയാണ്. ഈ കാണുന്ന പോയിന്റ് ഉണ്ടല്ലോ, ഇത് എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റാണ് 1ഉം 3ഉം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. അതായത് നിങ്ങളിപ്പോൾ ഇത് സോൾവ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ 1ഉം 3ഉം ആണെങ്കിൽ അത് എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റും കൂടിയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ കാണുന്ന ഉത്തരങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം
ഏതോ ആവട്ടെ, എക്സിൻ്റെ വാല്യൂ എത്രയാവട്ടെ, ആ കിട്ടിയ ഉത്തരം എന്താണ്? എക്സ് ആക്സിന്. നമ്മൾ ഗ്രാഫിലേക്ക് വരുന്ന സമയത്ത് അത് എക്സ് ആക്സിനെ വൈ ആക്സിനെ മുറിച്ച് കിടക്കുന്ന പോയിന്റ് കൂടിയാണുള്ള ഒരു ഐഡിയ കിട്ടിയാൽ മതി. ഇത് മെയിനായിട്ട് വരുന്നത് പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് ആണ്. അത് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ മക്കളെ, ഞാൻ നേരെ അടുത്തൊരു കാര്യത്തിലേക്ക് അടുക്കാണ്. ഇത് മലയാളം മീഡിയത്തിൻ്റെ ആട്ടോ, ഈ സെയിം ടോപ്പിക്ക് മലയാളം മീഡിയത്തിൻ്റെതാണ്, അതിൻ്റെ സ്ലൈഡാണ്. അപ്പോൾ ഞാൻ ഇനി അടുത്തൊരു ചാപ്റ്ററിലേക്ക് അടുക്കാണ്. 5ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 6ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ട്രിഗണോമെട്രി ആണ്, അഥവാ ത്രികോണമിതിയാണ്. സോ ഞാൻ നേരെ അടുത്തൊരു ചാപ്റ്ററിലേക്ക് അടുക്കാണ്. നമുക്കറിയാം അടുത്തൊരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രി ആണ്. സോ ട്രിഗണോമെട്രി എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ നോക്കാം. ട്രിഗണോമെട്രി 6ാമത്തെ ചാപ്റ്റർ ആണ്. ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആണ്. ഇത് എവിടെയൊക്കെ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഏത് ചാപ്റ്ററിനും നിങ്ങൾക്ക് എന്താക്കാം, പരീക്ഷയ്ക്ക് വന്നേക്കാം. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ടാൻജൻസ് അഥവാ തൊടുവരേന്ന് നിങ്ങൾക്ക് ഈ കാണുന്ന ചിത്രമായിട്ട് ബന്ധപ്പെട്ട് വന്നേക്കാം, 30 ഡിഗ്രി, 60 ഡിഗ്രി. ചിലപ്പം നിങ്ങൾക്ക് ചോദ്യം പോലെ, അതായത് സോളിഡ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, അഥവാ സമഭുജ ത്രികോണാന്ന് പറഞ്ഞിട്ട് വന്നേക്കാം. അപ്പോൾ എവിടെ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി കണ്ടാലും 45 ഡിഗ്രി, 45 ഡിഗ്രി, 45 ഡിഗ്രി വന്നാലും നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഈ ഒരു ഐഡിയ ആണ്. 1:1 √3/2, അതേപോലെ 1:1 ഇതാണ് ആദ്യം നിങ്ങൾ പഠിക്കേണ്ട കോൺസെപ്റ്റ്. രണ്ടാമത് നിങ്ങൾ പഠിക്കേണ്ടത് സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെയും ടാൻ എക്സിന്റെയും ഇക്വേഷൻ ആണ്. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് ബൈ ഹൈപ്പർന്യൂസ്. സോ കാട്ടോ എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. എന്ത് കഴിച്ചു? സമൂസ കഴിച്ചു. എനിക്കും സമൂസ വേണം എന്ന് പറഞ്ഞാൽ സൈൻ്റെ കോസിൻ്റെ ടാൻ്റെ സംഭാഷണം കേട്ടുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ആ ഇക്വേഷൻ പഠിക്കാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ട്രയാങ്കിളിൻ്റെ 2 അടുത്ത സൈഡുകളും തരും, അതിൻ്റെ ഇടയുള്ള ആംഗിളും തരും. ഇത് തന്നുകൊണ്ട് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് ഹൈറ്റ് കാണാനായിരിക്കും. ഹൈറ്റ് കാണാൻ ഒരു പണിയില്ല. ഇവിടെ ഒരു ഹൈറ്റ് കണ്ടുപിടിക്കുക. ഈ നമ്പർ ഇൻറ്റു, അതായത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് തന്നെ എടുക്കണം, ഇൻറ്റു സൈൻ എക്സ് എടുത്താൽ ഹൈറ്റ് കിട്ടും. ഈ സൈഡ് ഇൻറ്റു സൈൻ എക്സ് ചെയ്താൽ എന്ത് കിട്ടും? ഏരിയ കിട്ടും. അതിൻ്റെ പകുതി എടുത്താൽ മതി. ട്രയാങ്കിൾ ആയതുകൊണ്ട് അതിൻ്റെ ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചു, ബി സൈൻ എക്സ് ആണ്. ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ബി സൈൻ എക്സ് ഹൈറ്റ്. ഇതന്നെ നിങ്ങൾക്ക് പാരലോഗ്രാം സെയിം ചിത്രം നിങ്ങൾക്ക് സമാന്തരികമായിട്ടാണ് തന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ സെയിം തന്നെ ഹാഫ് ഒഴിവാക്കിയ ആൻസർ എ ബി സൈൻ എക്സ്. അതാണ് സാമാന്തരികം തന്നാൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഐഡിയ. അപ്പോൾ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വരാറുണ്ട്. ഇതാണ് കൂടുതലും വന്ന് കണ്ടത്. ഇപ്പോഴത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതൊക്കെയാണ് കൂടുതലും കാണുന്നത്. അപ്പോൾ ഇത് രണ്ടും നിർബന്ധമായിട്ട് പഠിക്കുക. പിന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്, ഒരു സർക്കിളിനകത്ത് ഒരു ട്രയാങ്കിൾ തന്നുകൊണ്ട് ഒരു ആംഗിളും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും തന്നുകൊണ്ടുള്ള ഡയമീറ്ററിൻ്റെ ഒരു ഇക്വേഷൻ 2r = a by sin x, അല്ലെങ്കിൽ 2r = b by sin y, അല്ലെങ്കിൽ 2r = c by sin z. ഇതന്നെ നിങ്ങളോട് റേഡിയസ് ആണ് ചോദിച്ചെങ്കിൽ ഇവിടെ 2 കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി, ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി, ബാക്കിയെല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇത്രേ ഉള്ളൂ. തന്നിരിക്കുന്ന ആംഗിളും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ളത് ഇതൊരു A+ ടോപ്പിക്കാണ്. ഇപ്പോൾ 3 ആംഗിളുകൾ തന്നുകൊണ്ട് സൈഡുകളുടെ റേഷ്യോ എത്ര വെച്ചാൽ sin x, sin y, sin z ആണ് റേഷ്യോ വരുന്നത്. ജസ്റ്റ് ഒരു അഡീഷണൽ ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചു വെക്കാം. പിന്നെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ആണ്. ഇത് മെയിനായിട്ട് വരുന്നത് നിങ്ങൾക്ക് മേൽക്കോണും കീഴ്ക്കോണും എന്ന് പറഞ്ഞ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ 2 രീതിയിലാണ് മേൽക്കോണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചിത്രം വരയ്ക്കാനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനുണ്ടാവും. ഒരു കുട്ടി തൊട്ട് മുന്നിലുള്ള മരത്തിൻ്റെ മുകൾ ഭാഗം 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലേവേഷനിൽ കാണുന്നു. ശേഷം 10 മീറ്റർ പിറകോട്ട് നടക്കുന്നു. ഇതേ മരത്തിൻ്റെ മുകൾ ഭാഗം 30 ഡിഗ്രി മേൽക്കോൺ അഥവാ ആംഗിൾ ഓഫ് എലേവേഷനിൽ കാണും. ഇതേ ചോദ്യം കുട്ടിയുടെ ഹൈറ്റും കൂടി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു ബോക്സ് വരയ്ക്കുക. ഹൈറ്റ് തന്നില്ലെങ്കിൽ ഇത് വരയ്ക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ പറഞ്ഞ എങ്ങനെയായിരിക്കും, ഒരു പോസ്റ്റ്, ആ പോസ്റ്റിൻ്റെ മുകളിൽ നിന്ന് 2 ഭാഗത്തേക്കും കമ്പി വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഒരു കമ്പിയിൽ നിന്നും ഉണ്ടാകുന്ന ആംഗിൾ 60 ഡിഗ്രി, ഒരു കമ്പിയിൽ ഉണ്ടാകുന്ന ആംഗിൾ 35 ഡിഗ്രി. ചിലപ്പോൾ ഇതേ ചോദ്യം നിങ്ങളോട് പറയുന്നത് എന്താണ് പറയുക, ഒരു മല അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ്, മറ്റേ സ്ഥലത്ത് വേറെ ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ മുകൾ ഭാഗം 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലേവേഷനിലും താഴ്ഭാഗം 30 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷനിലും കീഴ്ക്കോണിലും കാണുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം. കുട്ടിയുടെ ഹൈറ്റ് കൂടി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഹൈറ്റും കൂടി എക്സ്ട്രാ ആയിട്ട് വരക്കണം. അത്രേ ഉള്ളൂ ഇതിൻ്റെ ഐഡിയ. പിന്നെ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആംഗിൾ ഓഫ് എലേവേഷൻ ആൻഡ് ഡിപ്രഷൻ സൈലം എസ്എൽസിന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വീഡിയോ തന്നെ കിട്ടും. അതായത് ഈ ടോപ്പിക്ക് മാത്രം ഡിസ്കസ് ചെയ്ത ലൈവ് ഉണ്ട്, ഈ ടോപ്പിക്ക് മാത്രം ഡിസ്കസ് ചെയ്ത റെക്കോർഡ് വീഡിയോ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എടുത്ത് കാണാം. അടുത്ത ചാപ്റ്റർ 7 ആണ്, അഥവാ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യ. ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കാനുള്ളത് മറ്റൊന്നുമല്ല, അടയാളപ്പെടുത്താനായിരിക്കും വേണം. അടയാളപ്പെടുത്തുക കാലം ഏത് കാലം മെസ്സിക്ക് വേണ്ടി കാത്തുവെച്ച സമയം. ഓക്കെ, അതായത് എക്സ് ആക്സും വൈ ആക്സും വരച്ചുകൊണ്ട് ഓരോ പോയിന്റ് കൃത്യമായിട്ട് എവിടെയൊക്കെയാണ് അടയാളപ്പെടുത്താനുണ്ടാവും. മക്കളെ ഈ 4 കഷ്ണങ്ങളിൽ ഈ കഷ്ണം 2ഉം പോസിറ്റീവ് ആയിരിക്കും. ഇപ്പം 3,4, 10,6. ഈ കാണുന്ന സൈഡിലേക്ക് പോകുമ്പോൾ എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവ് ആയിരിക്കും, -10,4. ഈ കാണുന്ന സൈഡിൽ 2 നെഗറ്റീവ് ആയിരിക്കും. അതായത് കാരണം എക്സ് നെഗറ്റീവ് വൈ നെഗറ്റീവ്. ഇവിടെ എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ്, അങ്ങനെയാണ് ഉണ്ടാവുക. ഇതാണ് ഇതിൻ്റെ ഐഡിയ. വരക്കാനുള്ളത് പഠിക്കൽ നിർബന്ധമാണ്. പിന്നെ നേരെ വരക്കുമ്പോൾ വൈ മാറില്ല, കുത്തനെ വരക്കുമ്പോൾ എക്സ് മാറില്ല. കുത്തനെ വരക്കുമ്പോൾ എക്സ് മാറില്ലടാ, നേരെ വരക്കുമ്പോൾ വൈ മാറില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഐഡിയ ആണ്. ഈ കാണുന്ന റെക്റ്റാങ്കിളിലും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനുണ്ടാവും. 2 കോർഡിനേറ്റ് തന്നുകൊണ്ട് ബാക്കി 2 കണ്ടുപിടിക്കാൻ.
കുത്തനെ വരക്കുമ്പോൾ എക്സ് മാറില്ലടാ, നേരെ വരക്കുമ്പോൾ വൈ മാറില്ല. പിന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ള ഡിസ്റ്റൻസ് ആണ്, അഥവാ അകലമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 4 രീതിയിലാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത്. വൈയും സെയിം ആണെങ്കിൽ ഡിസ്റ്റൻസ് കാണാൻ x2 - x1 അല്ലെങ്കിൽ x1 - x2. എക്സും സെയിം ആണെങ്കിൽ y1 - y2 അല്ലെങ്കിൽ y2 - y1. ഡിസ്റ്റൻസ് ഓൾവേസ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് മോഡുലസ് ഇടുന്നു. ഇനി രണ്ടും ഡിഫറൻ്റ് ആണെങ്കിൽ x1 y1 x2 y2 ആണെങ്കിൽ √(x2 - x1) ² y2 - y1 ². ഇനി രണ്ടിൽ ഒരു പോയിന്റ് ഒറിജിൻ ആണ്, ആധാരബിന്ദു ആണെങ്കിൽ √(x² + y². ഈ 4 പോയിന്റാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായി ആൻസർ. ഇത് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞു കേട്ടോ. എക്സ് ആക്സിൽ ഏത് പോയിന്റ് എടുത്താലും y 0, y ആക്സിൽ ഏത് പോയിന്റ് എടുത്താലും x 0. കോർഡിനേറ്റ് 0 0 ആണ് ഒറിജിൻ്റെത്. പിന്നെ കുത്തനെ വരയ്ക്കുമ്പോൾ x മാറില്ല, നേരെ വരയ്ക്കുമ്പോൾ y മാറില്ല. ആ ഒരു ഐഡിയ. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടി വൃത്തിയായിട്ട് ചിത്രം വെച്ച് കാണിച്ചു എന്നുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനുള്ളത്, പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ ഞാനിപ്പോൾ ലൈവ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് 12-ാം തീയതിയാണ്. 13-ാം തീയതി ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത്. സോ എന്നോ ആവട്ടെ, ഇപ്പം നിങ്ങൾക്കറിയാം നോമ്പും കാര്യങ്ങളൊക്കെ ആണ്. ഇപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് ഓരോരുത്തരും ഇതുപോലെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഇത് എല്ലാ SLC ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. നമ്മൾ കുട്ടികളെ ഏറ്റവും കൂടുതൽ കുട്ടികൾ അത് കാണുമ്പോൾ അല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുക. പിന്നെ സാധാരണ ഒരു വീഡിയോ അല്ല, അത്യാവശ്യം പഠിക്കാനും ചെയ്യാനുള്ളൊരു വീഡിയോ ആണ്, അത്യാവശ്യം ലെങ്തി ആയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും. പരീക്ഷയ്ക്ക് ചോദ്യം വന്നാൽ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നൊക്കെ പറ്റി നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും. അത് ലൈൻസ് ആൻഡ് സർക്കിൾസ് എന്ന് പറഞ്ഞ ടോപ്പിക്സ്, ടാൻജൻസ് അഥവാ തൊടുവര കേട്ടോ. അപ്പോൾ അതിൽ ലൈൻസ് ആൻഡ് സർക്കിൾസ് എന്ന ടോപ്പിക് ഒന്നുമില്ല. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കേണ്ടത് റേഡിയസ് അല്ലെ ഡയമീറ്റർ, ആരവും വ്യാസവും എപ്പോഴും ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാണുന്ന ചിത്രം നിങ്ങൾ പഠിക്കാതെ പോകരുത്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ ടാൻജൻറ്റും സെയിം ആയിരിക്കും. അതേപോലെ തന്നെ ഈ കാണുന്ന ആംഗിളും കൂട്ടിയാൽ 180 കിട്ടും. കാരണം ഇത് 90, ഇത് 90, ഇത് രണ്ടും കൂടിയും കൂട്ടിയാൽ 180 ആണ്. അതിൻ്റെ അർത്ഥം ഇത് സൈക്ലിക് ആണ്, അഥവാ ചക്രീയമാണ്. പിന്നെ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇത് ജോയിൻ ചെയ്യിപ്പിച്ചാൽ നിങ്ങൾക്ക് ഒരു റൈറ്റ് ട്രയാങ്കിൾ കാണാൻ പറ്റും, മട്ടത്രികോണം. ഹൈപ്പന്യൂസ് സ്ക്വയർ = ബേസ് സ്ക്വയർ + ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. കർണം സ്ക്വയർ = പാദം സ്ക്വയർ + ലംബം സ്ക്വയർ. ഇവിടെ നിങ്ങൾക്ക് 60 ഡിഗ്രി ആണ് തന്നെങ്കിൽ ഇവിടെ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എന്ന റേഷ്യോ അംശം നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ടും ആൻസർ കണ്ടെത്താം. പിന്നെ OA = OB ആണ്. കാരണം അതെന്താണ്, അത് റേഡിയസ് ആണ്, ആരമാണ്. ഈ കാണുന്ന ആംഗിളും ശ്രദ്ധിച്ചോ, ഈ കാണുന്ന ആംഗിളും ഈക്വൽ ആണ്. ഈ കാണുന്ന ആംഗിളും ഈക്വൽ ആണ്. ഇത്രയും പഠിച്ചാൽ തന്നെ ഈ ചാപ്റ്റർ മെയിൻ ആയിട്ടുള്ള ഒക്കെ കഴിഞ്ഞു. ഇനി ആകെ 2 കാര്യം കൂടിയേ പഠിക്കാനുള്ളൂ. മക്കളെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം, വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം, ഇതും കൂടി കൂട്ടിയാൽ 180 കിട്ടും. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഇതിൽ പുതിയൊരു ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഒരു റേഡിയസ്, ഇതിപ്പോൾ റേഡിയസ് ആണ്, ഇത് ടാൻജൻ്റ് ആണ്, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 90. പക്ഷേ ഇവിടെ ഇതെന്തല്ല, റേഡിയസ് അല്ല, ഇതൊരു ഞാണാണ്, അഥവാ കോഡാണ്. ഇത് ടാൻജൻ്റ് ആണ്, അഥവാ തൊടുവരയാണ്. അപ്പോൾ ഒരു കോഡും ഒരു ടാൻജൻറ്റും, അഥവാ ഒരു ഞാണും തൊടുവരയും ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ ആ സെയിം ആംഗിൾ ആയിരിക്കും ഇവിടെ ഇതേ കോഡും ഇതേ ഞാണും ഉണ്ടാക്കുന്നത്. ഇതേ കോഡും ഇതേ ടാൻജൻറ്റും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. കൂടാതെ ഈ കാണുന്ന ആംഗിളിൻ്റെ നേരെ ഡബിൾ ആയിരിക്കും ഇവിടെ വരുന്നത്, സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ഈ സെയിം കോഡ് അഥവാ ഞാണ് ഇവിടെ BC എന്ന് പറഞ്ഞ കോഡ്, അതിൻ്റെ സെൻറ്റർ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ അതിൻ്റെ പകുതി ഇവിടെ വരും, അതിൻ്റെ ഇവിടെയും വരും. ഈ സെയിം ആംഗിൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിൽ വരും. ഇത് സർക്കിൾസിൽ പഠിച്ചാണ്. നമ്മൾ സർക്കിൾസ് വൃത്തങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ഈ ആംഗിൾ എത്രയാണോ അത് തന്നെയായിരിക്കും ഇതിൻ്റെ ഇവിടെ വരുന്ന ആംഗിളുകൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, A+ ടോപ്പിക്കാണ്. അത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കും. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ചിത്രം വരക്കാനുള്ളതാണ്. ഈ കാണുന്ന ചിത്രത്തിൽ നിന്ന് നിങ്ങളുടെ മോഡൽ എക്സാമിന് അടക്കം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതും കൂട്ടിയാൽ എന്താണോ കിട്ടുന്നത് അത് തന്നെയായിരിക്കും ഇതും കൂട്ടിയാൽ കിട്ടുന്നത്. അതായത് A+C = B+D. പിന്നെ നിങ്ങൾക്ക് മെയിനായിട്ട് വരുന്നത് ഈ കാണുന്ന ചിത്രമാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ, ഇത് 3 സൈഡും തന്നു, ABC. അപ്പോൾ ഈ കാണുന്ന ഓരോ തൊടുവരയുടെ നീളം കാണാൻ ചിലപ്പോൾ ചോദിക്കും. അത് കാണാൻ ഒരു പണിയില്ല. ഇത് 3ഉം കൂടി കൂട്ടുക, Aയും Bയും Cയും കൂട്ടുക. എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കുക. ഇതിനാണ് പെരിമീറ്റർ എന്ന് പറയുക, ട്രയാങ്കിളിൻ്റെ ചുറ്റളവ്. എന്നിട്ട് അതിൻ്റെ പകുതി എടുത്താൽ എന്ത് കിട്ടും, S കിട്ടും, ചുറ്റളവിൻ്റെ പകുതി. ആ ചുറ്റളവിൻ്റെ പകുതിയിൽ നിന്ന് ഇവിടെയുള്ള സൈഡ് കുറച്ചാൽ ഇതിൻ്റെ ഓപ്പോസിറ്റിലുള്ള നീളം കിട്ടും. ആ ചുറ്റളവിൻ്റെ പകുതിയിൽ നിന്ന് ഈ നീളം കുറച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള നീളം കിട്ടും. ആ ഇതിൽ നിന്ന് B കുറച്ചാൽ ഈ കാണുന്ന സൈഡിലുള്ള നീളം കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് 3 നീളം കണ്ടുപിടിക്കാം. കൂടാതെ തന്നെ ഈ കാണുന്ന സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ ചോദ്യം വരും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്രാവശ്യം ടെക്സ്റ്റ് ബുക്കിലേക്ക് വന്ന ചോദ്യമാണ്. ഒരു പണിയില്ല, ഈ കാണുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. S എന്ന് പറഞ്ഞാൽ Aയും Bയും Cയും കൂട്ടുക, അതിൻ്റെ പകുതി എടുക്കുക, എന്നിട്ട് ഇത് കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് നമ്പർ കിട്ടും. S ചെയ്താൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ടോപ്പിക്കും എന്തായി, ക്ലിയർ ആയി. നിങ്ങൾക്ക് ഇതിൻ്റെ ഇതും കൂടി ഉണ്ട്, എന്താ പറയുക, എന്താണ് പറയല്ലേ, മലയാളം മീഡിയം. അതും കൂടി ഇതിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളം മീഡിയം നോക്കി കാണാം.
സോ ഞാൻ നേരെ അടുത്തൊരു ചാപ്റ്ററിലേക്ക് കടക്കുന്നു. പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് അഥവാ ബഹുപദങ്ങളും സമവാക്യങ്ങളാണ് മക്കളെ. ഈ ചാപ്റ്ററിന് ഏത് ചോദ്യം വന്നാലും ഇതിൽ മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ഒരു ഈ കാണുന്ന ഐഡിയ പ്ലസ് എയും പ്ലസ് ബിയും കൂട്ടിയാൽ എന്താണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ എഴുതിയാൽ മതി. ഫോർ എക്സാമ്പിൾ എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10 എന്ന് പറഞ്ഞാൽ എയും ബിയും കൂട്ടിയാൽ കിട്ടുന്നതായിരിക്കും ഇവിടെ ഉണ്ടാവുക. +2 + 5 7 +2 -5 2 5 കുറച്ച് എത്ര -3 -2 -5 -7. ഇത് രണ്ടും കൂടി ഗുണിച്ചാൽ എത്ര കിട്ടുന്നത്? 2 × 5 10 2 × -5 -10 -2 × -5 +10. ഇനി ഈ കാണുന്ന നമ്പറിൻ്റെ നേരെ ഓപ്പോസിറ്റിനെയാണ് നമ്മൾ സൊല്യൂഷൻ അഥവാ പരിഹാരങ്ങൾ എന്ന് പറയുക. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതിനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങൾ എന്ന് പറയുക. അപ്പോൾ ഈ കാണുന്ന സൊല്യൂഷൻ്റെ കൂടെ 0 ഇട്ട് കൊടുത്താൽ അതെന്തായി? എക്സ് ആക്സിനെ മുറിച്ച് കിടക്കുന്ന പോയിന്റുകളായി. -2,0 5,0 2,0 5,0. ഇത് കട്ട് ഓൺ ദി എക്സ് ആക്സ് ആണ്. എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ ഈ കാണുന്നത് പറയാം. കട്ട് ഓൺ ദി എക്സ് ആക്സ്. എക്സ് അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന പോയിന്റുകളാണ് ഈ കാണുന്നത്. അതായത് സൊല്യൂഷൻ്റെ കൂടെ വൈക്ക് 0 കൊടുത്താൽ അതായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ -b ± √b² - 4ac/2a. അത് ഏത് കണ്ടാലും നിങ്ങൾക്ക് കിട്ടുന്നത് സൊല്യൂഷൻ ആയിരിക്കും. ഈ കിട്ടുന്ന ഉത്തരം എപ്പോഴും എന്തായിരിക്കും? സൊല്യൂഷൻ ആയിരിക്കും. സൊല്യൂഷൻ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അതിൽ പഠിക്കാനുള്ളത്. ഇനി ആകെ 3-4 ചാപ്റ്റർ കൂടിയേ പറയാനുള്ളൂ. ഏകദേശം ഒരു 3/4 മണിക്കൂറോളമുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഈ വീഡിയോ മാക്സിമം അയച്ചു കൊടുക്കണം. മക്കളെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഈ 2 ചിത്രങ്ങളിൽ ഏത് വന്നാലും നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ PA × PB = PC × PD ആണ്. ഏത് ചിത്രമാണെങ്കിലും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഡിഫറൻസ് എന്താ വെച്ചാൽ PAയും PBയും 2 കഷ്ണങ്ങളാണ് എങ്കിൽ ഇവിടെ എന്താണ് PA എന്ന് പറഞ്ഞ ഒരു കഷ്ണവും അതേ ഇതിൽ തന്നെ വരുന്നതാണ് PBയും. ഇവിടെ 2 കഷ്ണങ്ങളായിട്ടും ഇവിടെ ഒരു കഷ്ണം അതിൻ്റെ ജോയിൻ ചെയ്തിട്ടുള്ള വേറെ കഷ്ണം. PC × PD എന്നാൽ 2 കഷ്ണം, ഇവിടെ PC × PD എന്നാൽ നേരത്തെ. അപ്പോൾ ഈ 2 ചിത്രങ്ങളും ഒന്ന് മനസ്സിൽ വെക്കുക. 2ൻ്റെ ഇക്വേഷൻ സെയിം ആണ്. ഈ കാണുന്ന 2 ചിത്രങ്ങളിൽ ഇക്വേഷൻ സെയിം ആണ്. പക്ഷേ ഇവിടെ PA × PB = PC × PD ആണ് ശരിക്കും വരുന്നത്. പക്ഷേ PCയും PDയും ഈക്വൽ ആണ്. കാരണം AB എന്ന് പറഞ്ഞത് ഡയമീറ്റർ ആണ് അഥവാ വ്യാസമാണ്. AB എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ആവുന്ന സമയത്ത് അത് വേറെ സ്ഥലത്ത് വന്നാൽ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ വന്നു. ഇവിടെ ഇപ്പോൾ 90 ആണെങ്കിലും ഇത് പറയാൻ പറ്റില്ല. PA × PB = PC² അല്ല. ഇവിടെ ഒരു ഡയമീറ്റർ ആണ്, വ്യാസമാവണം. അങ്ങനെയാണെങ്കിൽ PA × PB = PC² ആണ്. ഇതോ PA × PB = PC². 2ൻ്റെ ഇക്വേഷൻ എന്താണ്? സെയിം ആണ്. ഇത്ര ഈ ചാപ്റ്ററിൽ മെയിൻ ഇക്വേഷൻസ് ഉള്ളൂ. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടതാണ് ഈ കാണുന്ന ഇക്വേഷൻ. ഇത് ഈ 2 ചിത്രങ്ങൾ സെയിം സംഭവം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ PX × PY = R² - D². കാരണം ഇവിടെ R വലുതാണ്, D ചെറുതാണ്. അതുകൊണ്ട് R² - D² ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് ഉത്തരം നെഗറ്റീവ് കിട്ടാം. സൈഡ് ഒരിക്കലും നെഗറ്റീവ് ആവില്ലല്ലോ. അത് ഇതേ ചിത്രം പോലെ തന്നെ വേറൊരു ചിത്രമാണ് PX × PY = D² - R². കാരണം D ആണ് വലുത്. ആറിനേക്കാൾ വലുതാണ് D ഉണ്ടാവുക. D² - R². അപ്പോൾ ഈ കാണുന്നത് നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് അറിഞ്ഞിരിക്കുക. ഞാൻ നേരെ അടുത്തൊരു ചാപ്റ്ററിലേക്ക് അടക്കുകയാണ് മക്കളെ. ഇത് വരക്കാനുള്ള ചോദ്യമാണ്. നിങ്ങൾക്കറിയാം വരക്കാനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്തായാലും വരക്കാൻ ചോദ്യം പരീക്ഷയ്ക്ക് വരും. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോമെട്രി ആൻഡ് ഓൾജിബ്ര അഥവാ ജ്യാമിതി ബീജഗണിതം എന്ന ചാപ്റ്ററാണ്. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. ഇതിൽ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് 4ാമത്തെ ഒരു കോർഡിനേറ്റ് കണ്ടുപിടിക്കാനുണ്ടാവും. അപ്പോൾ അത് 4ാമത്തെ കണ്ടുപിടിക്കാൻ ഒരു പണിയില്ല. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയഗണൽ വികരണം എടുക്കുക. ഇത് രണ്ടും കൂടിയും കൂട്ടുക. x1 x2 x4 കൂട്ടുക, x1 കുറയ്ക്കുക. x2 x4 കൂട്ടുക, x1 കുറയ്ക്കുക. അടുത്ത y1 y2 y4 കൂട്ടുക, y1 കുറയ്ക്കുക. അതാണ് x3 y3 കിട്ടാനുള്ള ഐഡിയ. ഇത് ഏത് ചോദ്യത്തിലും അപ്ലൈ ചെയ്യാം ഇതേ രീതിയിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഡയഗണൽ എടുക്കുക. x3 x1 കൂട്ടുക, x4 കുറയ്ക്കുക. y3 y1 കൂട്ടുക, y4 കുറയ്ക്കുക. പിന്നെ അടുത്ത നിങ്ങൾ മിഡ് പോയിന്റ് ആണ് അഥവാ മധ്യബിന്ദുവാണ്. 2 പോയിന്റുകൾ എന്നിട്ട് കറക്റ്റ് നടുവുള്ള പോയിന്റ് കണ്ടുപിടിക്കാൻ ഒരു പണിയില്ല. x1 x2 കൂട്ടുക, പകുതി എടുക്കുക. y1 y2 കൂട്ടുക, പകുതി എടുക്കുക. x1 + x2/2 y1 + y2/2. ഇതൊക്കെ മലയാളം മീഡിയം ഉണ്ട് കേട്ടോ. സെയിം ക്വസ്റ്റ്യൻ്റെ മലയാളം മീഡിയം ഇതിലുണ്ട്. x1 + x2/2 y1 + y2. മൂന്നാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് റേഷ്യോ അഥവാ അംശബന്ധമാണ്. അപ്പോൾ ഇത് m:n എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് നമ്മൾ എടുക്കുന്നത്. m:n. അപ്പോൾ എന്ത് കിട്ടും? m × x2 + n × x1/m + n. ഇതേപോലെ m × y2 + n × y1/m + n. ഈ കാണുന്ന ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അംശബന്ധം കിട്ടും. പിന്നെ ലൈൻ മാത്ത് ആണ്. അതിൽ മെയിനായിട്ട് പഠിക്കുന്നത് സ്ലോപ്പ് അഥവാ ചെരിവാണ്. ചെരിവ് കാണാൻ ഒരു പണിയില്ല. 2 പോയിന്റ് തരും. എന്നിട്ട് ചെരിവ് കാണാൻ y2 - y1/x2 - x1. ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ചെരിവ് എന്ന് പറഞ്ഞാൽ y2 - y1/x2 - x1 ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിനെ m എന്ന് ഡിനോട്ട് ചെയ്യും. മൂന്നാമതായിട്ട് അടുത്തായിട്ട് നിങ്ങൾ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ് ഇക്വേഷൻ ഓഫ് എ ലൈൻ, ഒരു വരയുടെ സമവാക്യം. അതുപോലെ തന്നെ y2 - y1/x2 - x1 = y - y1/x - x1. അപ്പോൾ ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഇക്വേഷനാണ്. ചില കുട്ടികൾ ഇതിനെ എന്ത് പഠിക്കാറുണ്ട്? ഇതിനെ m എന്ന് വിളിക്കും. അപ്പോൾ y - y1/x - x1 = m. ചില കുട്ടികൾ എന്ത് ചെയ്യും? ഈ കാണുന്ന x - x1 അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ y - y1 = m × x - 1. മൂന്നിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ഏറ്റവും നല്ലത് ഇതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അടുത്ത ഇക്വേഷൻ ഓഫ് എ സർക്കിൾ, വൃത്തത്തിന്റെ സമവാക്യം കാണാൻ എന്തായാലും ചോദ്യം വരും. അത് ചോദിച്ചാൽ ഒരു പണിയുമില്ല മക്കളെ. സർക്കിളിന്റെ സെന്ററും അതിന്റെ റേഡിയസും അറിയാൻ നോക്കിയാൽ മതി. ഇത് രണ്ടും കണ്ടുപിടിക്കാതെ നമുക്ക് ഒരു സർക്കിളിന്റെ ഇക്വേഷൻ കിട്ടൂല.
അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പണിയില്ല. എക്സ് മൈനസ് എക്സ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക, ആൻസർ ചെയ്യും. ഇതൊക്കെ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ലൈവിലേക്ക് വരിക, മക്കളെ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് കടക്കാൻ പോകാണ്. അടുത്ത ടോപ്പിക് മറ്റൊന്നുമല്ല, സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊന്നും നോക്കണ്ട കേട്ടോ. ഒരു ചാപ്റ്റർ ആണ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇക്വേഷൻസ് വരുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ട ഇക്വേഷൻസ് ഞാൻ കാണിച്ചു തരാം. എല്ലാം കൂടി ഒരുമിച്ച് ഒരു ഒറ്റ ഐഡിയ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് ഇതിന്റെ വോള്യം അഥവാ വ്യാപ്തം. 4 ചിത്രങ്ങളാണ് ആകെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 4 ചിത്രങ്ങളാണ് ആകെ പഠിക്കാനുള്ളത്. ഒന്ന് സ്ക്വയർ പിരമിഡ് അഥവാ സമചതുര സ്തൂപിക, 2 കോൺ അഥവാ വൃത്തസ്തൂപിക, 3 സ്ഫിയർ അഥവാ ഗോളം, 4 ഹെമിസ്ഫിയർ അഥവാ അർദ്ധഗോളം. ഈ 4 എണ്ണത്തിന്റെയും വോള്യം അഥവാ വ്യാപ്തം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, 1/3 a സ്ക്വയർ എച്ച് 1/3 പൈ ആർ സ്ക്വയർ എച്ച്. അതായത് ശ്രദ്ധിച്ചോളൂ, ഈ രണ്ടിലും 1/3 എച്ച് ഉണ്ട്, 1/3 എച്ച് ഉണ്ട്. ഇതിന്റെ അടിഭാഗം എ സ്ക്വയർ, സോ എ സ്ക്വയർ. ഇതിന്റെ അടിഭാഗം സർക്കിൾ പൈ ആർ സ്ക്വയർ, അതുകൊണ്ട് പൈ ആർ സ്ക്വയർ. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കാം. ഇനി അടുത്ത നോക്കുക, നിങ്ങൾ രണ്ടിലും പൈ ആർ ക്യൂബ് ബൈ 3 ഉണ്ട്, പൈ ആർ ക്യൂബ് ബൈ 3 ഉണ്ട്. ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 2, അത്ര ഉള്ളൂ മാറ്റം. അപ്പോൾ അത്ര പഠിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വോള്യം പഠിച്ചു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 1/3 അങ്ങ് ഒഴിവാക്കിയാൽ ഇവിടെ എന്ത് കിട്ടും, സിലിണ്ടറിന്റെ വോള്യം കിട്ടും. അഥവാ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം പൈ ആർ സ്ക്വയർ എച്ച് ആണ്. അഡീഷണൽ ആയിട്ട് പഠിച്ചു വെക്കാം. ഇനി ഇതേ കാണുന്ന എല്ലാത്തിന്റെ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതേ ഷേപ്പുകളുടെ എ സ്ക്വയർ പ്ലസ് 12 ഇതേപോലെ തന്നെയാണ് പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ എൽ. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കാം. ഇതിൻ്റെത് 4 പൈ ആർ സ്ക്വയർ ആണെങ്കിൽ ഇതിൻ്റെത് 3 പൈ ആർ സ്ക്വയർ ആണ്. ഇത് നമുക്ക് 3 പൈ ആർ സ്ക്വയർ എഴുതാം. 3 പൈ ആർ സ്ക്വയർ, അതായത് പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ സ്ക്വയർ. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള മെയിൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ നിങ്ങൾ പഠിക്കാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഈ സെയിം ടോപ്പിക്കിൽ തന്നെ ഞാനിപ്പോൾ പറയാത്ത കുറച്ച് ടോപ്പിക്കാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ഇക്വേഷൻ ലായും ഇലായും. അതായത് നിങ്ങൾക്ക് മെയിനായിട്ട് 2 ചിത്രങ്ങളുണ്ട്. ആ 2 ചിത്രങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ കാണുന്ന ട്രയാങ്കിൾ, ഇവിടെ നമുക്കറിയാം a/2, ഇവിടെ L, ഇവിടെ E. ഇവിടെ ഇല എന്ന് പറഞ്ഞ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. അഥവാ E സ്ക്വയർ ഈസ് ഈക്വൽ ടു L സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ. അതേപോലെ ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ഹൈറ്റ്, ഇത് ഹൈറ്റ്, ഇത് എന്റെ പകുതി, ഇത് L. ഇവിടെ ല എന്ന് പറയുന്ന ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. ലായും ഇലായും ആ 2 ഇക്വേഷൻ പഠിച്ച ഇക്വേഷനാണ്. L സ്ക്വയർ ഈസ് ഈക്വൽ ടു a/2 ഹോൾ സ്ക്വയർ പ്ലസ് h സ്ക്വയർ. ഇനി ഇതേ രീതിയിൽ കോണിലേക്ക് വരുന്ന സമയത്ത്, വൃത്തസ്തൂപികയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇക്വേഷനാണിത്. അതുകൂടി അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ യൂസ് ചെയ്യാം. അത് ഈ കാണുന്നത് എന്താണ്, L ആണ്. ഈ കാണുന്നത് R ആണ്. ഇത് ലാഹോർ എന്നാലോചിച്ചാൽ, ലാഹോർ പാകിസ്ഥാന്റെ തലസ്ഥാനം ലാഹോർ, അങ്ങനെയാണെന്ന് തോന്നി, എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ L സ്ക്വയർ ഈസ് ഈക്വൽ ടു h സ്ക്വയർ പ്ലസ് R സ്ക്വയർ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. നമ്മളൊരു വൃത്താംശം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, കോൺ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ വൃത്താംശം സർക്കിളിൻ്റെ സെക്ടറിൻ്റെ ഏരിയയും അതേപോലെ തന്നെ ഇതിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയയും പുറത്തുള്ള ഏരിയ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പരപ്പളവ് എന്താണോ അതിനായിരിക്കും ഇതിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ ഉണ്ടാവുക. അത് പൈ ആർ എൽ രണ്ടും ഈക്വൽ ആണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ റേഡിയസ് എത്രയാണോ അതെന്നായിരിക്കും ഇതിൻ്റെ സ്ലാൻഡ് ആയിട്ട് ഉണ്ടാവുക, R ഈക്വൽ ടു L. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നിങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ പറയാത്തൊരു ടോപ്പിക്കാണ് ഈ കാണുന്ന സെൻട്രൽ ആംഗിളുകൾ തമ്മിലുള്ള റിലേഷൻ R/L. ഈ R എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വൃത്തം, അതിൻ്റെ ഒരു സെക്ടറിനെയാണ്, ഇതാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ R എന്ന് പറയുന്നത്. ഇത് മടക്കിയിട്ട് ഇവിടെ ഉണ്ടാക്കുന്നതാണ് L എന്ന് പറയുന്നത്. അപ്പോൾ R ഉം L ഉം ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ കാണുന്ന അടിഭാഗത്തെ റേഡിയസും ഈ കാണുന്ന L ഉം R/L അല്ലെങ്കിൽ R/R ഈക്വൽ ടു x/360 ആണ്. ചുരുക്കി പറഞ്ഞാൽ ഈ കാണുന്ന കോണിൻ്റെ സൈസ് മാറുന്നതിനനുസരിച്ച്, ഈ കാണുന്ന സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്രകോൺ മാറുന്നതിനനുസരിച്ച് എന്താവും, കോണിൻ്റെ സൈസ് മാറിക്കൊണ്ടേയിരിക്കും. ആ കാണുന്നതിൻ്റെ റേഷ്യോ ആണ് ഈ കാണുന്നത്. ഏത് റേഷ്യോയിലാണ് ഇത് മാറുക എന്നുള്ളത്. സോ ഇത് സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്രകോണ്. ഇത് ബേസ് റേഡിയസ് അഥവാ പാദ ആരം, പാദസാരമല്ല. ഇത് L സർക്കിളിൻ്റെ റേഡിയസ്, വൃത്തത്തിൻ്റെ വ്യാസം അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദി കോൺ, കോണിൻ്റെ വൃത്തസ്തൂപിയുടെ ചെരിവ് ഉയരെന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അതിൽ പഠിക്കാനുള്ളത്. ബാക്കിയുള്ളതൊന്നും അങ്ങനത്തെ എക്സ്ട്രാ ടോപ്പിക്കുകളൊന്നുമില്ല. ഇതിൻ്റെ ചിത്രങ്ങളൊന്നുകൂടി മനോഹരമാക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതാണ് ഉത്തപ്പ, ഉപരിതല പരപ്പളവ്. ചിത്രങ്ങളൊന്നും മനോഹരമായിട്ട് കാണിച്ചു തന്നുള്ളൂ. ഇത് പഠിച്ചാൽ തന്നെ ഈ ചാപ്റ്റർ മുഴുവൻ ഇക്വേഷൻ വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. സോ അടുത്തതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിവിവര കണക്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതിൽ മെയിനായിട്ട് നിങ്ങൾക്ക് രണ്ട് ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യങ്ങൾ വരിക. മീഡിയൻ ആൻഡ് മീൻ, മാധ്യവും മധ്യമവും. അപ്പോൾ മാധ്യം, ചില ആൾക്കാർ മധ്യമെന്നും മറ്റേ മാധ്യമമെന്നും എഴുതാറുണ്ട്. അങ്ങനെയല്ല, മാധ്യം ആൻഡ് മധ്യമം, മീൻ ആൻഡ് മീഡിയൻ. അതിൽ മീൻ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വളരെ കുറവാണ്. അപ്പോൾ മീൻ ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, എല്ലാം കൂടി കൂട്ടിയിട്ട് എല്ലാം കൂടി കൂട്ടാൽ ആകെ എത്ര ഉണ്ട് നോക്കുക, അത്ര ഉള്ളൂ മീൻ കണ്ടുപിടിക്കാൻ, അഥവാ ശരാശരി. മീഡിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ തന്നിരിക്കുന്ന ഡാറ്റകളെ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് അഥവാ കൂടുന്ന ക്രമത്തിലോ കുറയുന്ന ക്രമത്തിലോ എഴുതിയിട്ട് കറക്റ്റ് നടുവുള്ള മിഡിൽ ടേം കണ്ടുപിടിച്ചാൽ മതി. അതാണ് മീഡിയൻ എന്ന് പറയുന്നത്.
പിന്നെ നിങ്ങൾക്ക് എന്തുണ്ട്, എല്ലാത്തിലും എന്തുണ്ട്, ലാസ്റ്റ് ഒരു ടേബിൾ വെച്ചിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടാവും. അത് നിങ്ങൾ സാധാ പോലെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്ന മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക. അത്രേ ഉള്ളൂ മൊത്തം ഈ 13 ചാപ്റ്ററിലായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഓരോ ടോപ്പിക്കും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഏരിയകളിലും നമ്മൾ ഈ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഏതെങ്കിലും ടോപ്പിക് നിങ്ങൾക്ക് അറിയാത്തതെന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യുക. അതായത് ചാപ്റ്റർ ലൈവ് വരുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ഒന്നുകൂടി ഫോക്കസ് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ അത്രയാണ് ഇന്നത്തെ ലൈവിൽ പറയാനുള്ളത്. സോ ഇന്നത്തെ ക്ലാസ് ഉറപ്പായിട്ടും എന്തായിരിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പമായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരുടെയും കൂടെ ആരുണ്ട്, ഞങ്ങളൊക്കെ ഉണ്ട്. സോ എല്ലാവർക്കും വിഷ് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എക്സാം നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമാണ്. ഐ മീൻ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന എക്സാം ഏറ്റവും എളുപ്പമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് യെസ്, ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ ഫുൾ ഔട്ട് ഓഫ് ഫുള്ള് കിട്ടട്ടെ കേട്ടോ. സോ അപ്പോൾ കാണാം. നിങ്ങൾ എല്ലാവരും അടിപൊളിയാണ്. ഡെഫിനറ്റ്ലി വി വിൽ മിസ് യു ഗൈസ്. നിങ്ങൾ അടിപൊളിയാണ്. നമുക്ക് ഇനിയും അടിപൊളിയാക്കണം. അപ്പോൾ കാണാം. ടാറ്റാ കേട്ടോ. താങ്ക് യു.